ॐ नमो भगवते वासुदेवाय। तपस्विभ्योऽधिको योगी ज्ञानिभ्योऽपि मतोऽधिकः कर्मिभ्यश्चाधिको योगी तस्माद्योगी भवार्जुन। योगिनामपि सर्वेषां मद्गतेनान्तरात्मना श्रद्धावान् भजते यो माम् समे युक्ततमो मतः। इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ध्यानयोगो नाम षष्ठोऽध्यायः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 2 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. ഭഗവാൻ പറയുന്നു, തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോ വിമതോധിക കർമ്മഭിശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന. യോഗിയുടെ ആ പ്രാധാന്യം, ധ്യാനയോഗി വളരെ കേമനാണ്. അതുകൊണ്ട് നീ അർജുന യോഗിയാവുക എന്ന്. യോഗി എങ്ങനെ ആവുക എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ. അപ്പം യോഗി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവും അർജുനൻ. യോഗിയാവാൻ പറയാം. എന്താ കാരണം യോഗിയാവാൻ പറയാൻ? യോഗി തപസ്വിഭ്യാധിക. ധ്യാനയോഗി തപസ്വികളെക്കാൾ ശ്രേഷ്ഠനാണ്. തന്നെയല്ല, ജ്ഞാനികളെക്കാളും അധിക ശ്രേഷ്ഠനാണ്. അപ്പം ജ്ഞാനികളെക്കാളും തപസ്വികളെക്കാളും ഒക്കെ അധികം, ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ശ്രേഷ്ഠനാണ് യോഗി. അത് പിന്നെയോ കർമ്മിഭിശ്ചായു അധിക. കർമ്മികളെക്കാളും, കർമ്മയോഗത്തിൽ കൂടെ കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ, അവരെക്കാളും ശ്രേഷ്ഠനാണ്. അപ്പം എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനാണ് യോഗി. ധ്യാനയോഗത്തിൻ്റെ പ്രാധാന്യം, ധ്യാനയോഗി മറ്റുള്ളവരെക്കാൾ, തപസ്വികളെക്കാളും ജ്ഞാനികളെക്കാളും പിന്നെയോ കർമ്മികളെക്കാളും എല്ലാം ശ്രേഷ്ഠനാണ്. അതിലൊക്കെ വെച്ച് ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അധിക ഇതി മത, ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ അറിവുള്ളവർ പറയുന്നുണ്ട് ജ്ഞാനിയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ തപസ്വി ജ്ഞാനി ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണെങ്കിലും എല്ലാവരിലും വെച്ച് ശ്രേഷ്ഠനാണ്, ഉത്തമനാണ് ധ്യാനയോഗി. അപ്പോൾ ധ്യാനം ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. ഏറ്റവും ഉത്തമനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭഗവാൻ പറയുന്നു. ആരാണ്? സഹ സർവേഷാം യോഗിനാം, അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആരാണ് ഈ അവൻ? ശ്രദ്ധാവാൻ മദ്ഗതേന, ശ്രദ്ധയോടുകൂടിയവനും, മദ്ഗതേന അന്തരാത്മന യഹ മാം ഭജതേ, എന്നിൽ മനസ്സുറപ്പിച്ചവനുമായി യാതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ, മനസ്സ് മുഴുവൻ ഭഗവാനിൽ അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ഭജിക്കുക. അങ്ങനെയുള്ള ഒരാളുണ്ടല്ലോ, മനസ്സ് മുഴുവൻ ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ഭജിക്കുക എന്നുള്ളത് പറയുന്നു. അടിവരയിടണം. ഇന്ന് ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്താ? ഇന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഏകാദശി ദിവസമാണ്. പുണ്യമായിട്ടുള്ള വൃശ്ചികമാസത്തിലെ വെളുത്ത വർഷത്തിലുള്ള ഏകാദശി, ഗുരുവായൂർ വളരെ പ്രധാനം. ഗുരുവായൂർ ഏകാദശി എന്നാണ് അതിന് പറയുന്നത്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഈ ദിവസം നമ്മൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. ഭഗവാൻ പറയുന്നു, മദ്ഗതേന, ശ്രദ്ധാവാൻ, ശ്രദ്ധയോടുകൂടിയവനായിരിക്കണം. എന്നിട്ട് എന്തിനായി ശ്രദ്ധ വേണ്ടത്? എന്നിൽ മനസ്സ് അങ്ങനെ ഉറപ്പിക്കുക, എന്നിട്ട് ഭജിക്കുക, ഭഗവാനെ ഭജിക്കുക. നമ്മളൊക്കെ ഒന്ന് ഭഗവാനെ ഭജിക്കുന്നുണ്ട്. അപ്പം ഭജിക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഗുരുവായൂർ പോകാനൊന്നും പറ്റില്ല. എന്താണെന്ന് അവിടുത്തെ ഒരു തിരക്ക്. അപ്പം അവിടെ പോകാനും പറ്റാത്ത ഇവിടെ ഇരുന്ന് നമ്മളെ പോലുള്ള സാധാരണ ആയിട്ടുള്ള ആൾക്കാരെ ഭഗവാനെ അങ്ങനെ ഭജിക്കുകയാണ്. മനസ്സുകൊണ്ട് ആ ഉണ്ണിക്കണ്ണനെ നല്ലപോലെ അങ്ങനെ ധ്യാനിക്കുക. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വജലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം. ഈ ഭഗവാന്റെ ഈ രൂപം
സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യമൂർത്തി, ആനന്ദമൂർത്തിയായ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം എന്നൊക്കെ നാരായണീയത്തിൽ പറയുന്ന ആ ഗുരുവായൂരപ്പനെ ഭക്തിയോടുകൂടി ഭജിക്കൂ. അപ്പം എന്തേ ഉണ്ടായതിപ്പോൾ? ജ്ഞാനിയെ പറ്റി പറഞ്ഞു, തപസ്സി ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഉറപ്പിച്ചു. യോഗസാധനകളിൽ വെച്ച് ഭക്തിക്കുള്ള പ്രാധാന്യം ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മോക്ഷസാധന സാമഗ്ര്യ ഭക്തിരേവ ഗരീയസി. അപ്പോൾ നമ്മളോടൊക്കെ പറയുക ഭഗവാൻ കേമായിട്ട് പറഞ്ഞു, യോഗിയാവണം, ധ്യാനയോഗി, തപസ്വി, കർമ്മി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾക്ക് വേണ്ടി ഭഗവാൻ വളരെ സിമ്പിളായിട്ട്, ഇപ്പം ഗൈഡ് ഒക്കെ ഉണ്ടാവില്ലേ, വലിയ ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില ഗൈഡുകളൊക്കെ വളരെ ടിപ്സായിട്ട് അതിൻ്റെ വളരെ സിനോപ്സിസ്, ഇതിൻ്റെ ചുരുക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ ഇവിടെ ഭഗവാൻ അവസാനം ഒറ്റ വാക്കാണ് പറഞ്ഞു, ശ്രദ്ധാവാൻ യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. അവനാണ് ഉത്തമൻ അർജുന. എന്തുണ്ടായി? ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ധ്യാനയോഗി, തസ്മാത് യോഗി ഭവാർജുന എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതാ ഇപ്പം പറയുന്നു, ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധയോടുകൂടി എന്നിൽ മനസ്സങ്ങോട്ട് ഉറപ്പിച്ച്, അർജുന യാതൊരാളാണോ എന്നെ ഭജിക്കുന്നത് അവനാണ് കേട്ടോ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എന്താ വേണ്ടത്? ഇനി ആലോചിക്കുക നമ്മളൊക്കെ. വേറെ വഴിയൊന്നും നോക്കണ്ട. പല തപസ്വി, ധ്യാനയോഗി, കർമ്മി ഒക്കെ പറഞ്ഞു. അവസാനം എളുപ്പമായിട്ട് നമുക്ക് ഭഗവാനൊന്നും പറഞ്ഞു തന്നു, ഭക്തിയോടുകൂടി എന്നെ ഭജിച്ചോളൂ, എല്ലാം കിട്ടും. ഇപ്പോൾ ഭക്തി മാത്രം മതി. ഭക്തിരേവ ഗരീയസി. ഭക്തി മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. ഈ ഭക്തി നമുക്കൊക്കെ എളുപ്പമാണ്. എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ഉള്ള മാർഗം ഭക്തിയോഗമാണ്. അതുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുവാൻ ഭഗവാൻ ഉപദേശിക്കുന്നു. അത്ര ആ കാരുണ്യം കൊണ്ട്, അങ്ങനെ കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. ഭഗവാന്റെ സുന്ദരമായ രൂപം, ഭഗവാനെ ധ്യാനിക്കുക, ഭജിക്കുക. മനസ്സ് ഓടിക്കളിക്കും പല ദിക്കിലേക്കും. അപ്പം ആ ഓടുന്ന മനസ്സിന് ചഞ്ചലം ഹി മന കൃഷ്ണ എന്ന് അർജുനൻ പറയുന്നുണ്ട്. ഇത് വല്ലാത്ത വിഷമാണ് കൃഷ്ണ, മനസ്സിനെ നിയന്ത്രിക്കാൻ. ചാഞ്ചാടി കളിക്കുകയാണ്, ഒരു ദിക്കലും ഉറക്കില്ല. ഇത് എന്തെങ്കിലും മറ്റതാവും, പറന്നു വരും. ഇങ്ങനെ പലതും മനസ്സിൽ കൂടെ ഓടി 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 ഇങ്ങനെ കളിക്കും. ഒന്നിലും മനസ്സ് വയ്ക്കൂ സാധിക്കൂല. എന്താ ചെയ്യുക? അതോ നല്ലപോലെ ശ്രദ്ധയോടുകൂടി എന്നിൽ മനസ്സ് വെച്ച് ഭജിക്കൂ അർജുന. ഭജനം വെറുതെ ആവില്ല. മനസ്സ് ഭഗവാനിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഭഗവാനോടാണ് പറയുക, ഭഗവാനെ പലതും മനസ്സിൽ ഇങ്ങനെ വരുന്നു, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എല്ലാറ്റിൻ്റെയും നേതാവ് അങ്ങാണല്ലോ. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാനേ വേണ്ടതൊക്കെ തോന്നിപ്പിക്കണമേ. ഭഗവാന്റെ രൂപം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരണേ. എന്നിട്ടോ ആ രൂപത്തെ ശ്രദ്ധയോടുകൂടി ഭജിക്കുവാൻ സാധിക്കണമെന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എന്ന് ഉറപ്പ്. അപ്പോൾ ഈ ശ്ലോകത്തോടുകൂടി ഈ അധ്യായം കഴിയാണ്. ഇനി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ഠോധ്യായഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.